ഞെട്ടിയോ? ഞെട്ടണ്ട, കോൽക്കളി തന്നെയാണ്. ഞാനും ആദ്യമൊന്ന് ഞെട്ടിയിരുന്നു. ഈ കണ്ണും കെട്ടി പിള്ളേർ എന്തിനുള്ള പുറപ്പാടാണെന്നാണ് ഞാൻ കരുതിയത്. കണ്ണു കെട്ടാതെ തന്നെ എന്നെ എടുത്തു പെരുമാറുന്നത് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോഴാ കണ്ണും കെട്ടിയൊരു പ്രകടനം. എന്നെ അന്തം വിട്ട് നോക്കിയിരിക്കാതെ ആ വരികളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ കിട്ടും കണ്ണുകെട്ടിനുള്ള ഉത്തരം. ഇനിയുള്ളത് അവർ തന്നെ പറയും. ഈ ഫലസ്തീനിലെ പിഞ്ചും കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു വീഴാണ്. പുതപ്പില്ലാതെ തണുത്ത് വരച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച പ്രായം മാത്രമുള്ള കുഞ്ഞ് മരിച്ച റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ണിനെ എന്താ പറയുക, കാണാൻ പറ്റാത്ത കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ കണ്ണുണ്ടായിട്ട് പോലും ലോകത്ത് ഇതിലൊക്കെ കാണേണ്ട ആളുകൾ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനെതിരെ ഒരു കണ്ണ് കെട്ടിയിട്ട് അത് ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു വേദിയിൽ വെച്ച് അവരെ കൂടി നമ്മൾ ഓർമ്മിക്കുകയാണ്. യുക്രൈനിലൊക്കെ അതേപോലെ തന്നെ ഫലസ്തീനിലൊക്കെ മരിച്ചു വീഴുന്ന ഓരോ ജനതക്കും വേണ്ടിയിട്ട് അവരെ കൂടി നമ്മൾ ഈ ഒരു വേദിയിൽ ഓർമ്മിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കണ്ണുകെട്ടി എങ്ങനെ കോൽക്കളി കളിക്കുമെന്ന് അതിശയപ്പെടുന്നവരോട് ഈ കുട്ടികൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകളുടെ മുമ്പിൽ വന്നു. അരുവികളൊഴുകുന്ന ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു വന്നു. ഇനി എന്തു വേണമെന്നാരാനപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്ക് താണു. ഗസയിൽ തന്നെ പോയി പാർക്കണമെനിയും ശരീരായി മടങ്ങണമെന്നവണ്ണം. നമുക്ക് ഇവിടെ ഫലസ്തീനിലെ കുട്ടികൾ തണുത്തിട്ട് മരിക്കുന്നതിനും നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ടീമിൽ 12 ആളും തയ്യാറാണോ? ഗ്രേസ് ജഡ്ജസ് എങ്ങനെ എടുക്കും നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഗ്രേസ് കിട്ടുന്ന ഞാനൊരു ഉറപ്പും തരുന്നില്ല. നിങ്ങൾക്ക് ഫലസ്തീനെതിരായിട്ട് ഇങ്ങനെ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഗ്രേസും മാർക്കും കലയുടെ രൂപത്തിൽ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റെഡിയാണോ ഓക്കെ ആണോ ചോദിച്ചാൽ 12 ആൾ ഓക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്. ഗാസയും ഉക്രൈനും അടക്കമുള്ള യുദ്ധങ്ങൾക്കെതിരെയാണ് കണ്ണൂരിലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കണ്ണുകെട്ടിയിരിക്കുന്നത്. ഒരാളുടെ ഒരു ചുവടൊന്നു പിഴച്ചാൽ തകിടം മറിയുന്ന കോൽക്കളിയെ പരസ്പര വിശ്വാസത്തോടെ കണ്ണുകെട്ടി അവർ യുദ്ധത്തിനെതിരായ ഒരു സന്ദേശമാക്കി മാറ്റി. യുദ്ധഭീതികൾ പതിവായി ഗാസയിൽ പിടയുന്ന ജീവനി ലോകമിൽ കണ്ണീരായി. കണ്ടു നിൽക്കും ക്രൂര ഹൃദയം കണ്ണടച്ചതും പാട്ടായി. വേണ്ട വേണ്ടി വിടം അനീതികൾ നമ്മളൊന്നിച്ചിത പാടാം. നാട്ടിൽ ശാന്തി സമാധാന പുതു പുലരി വിടരാനായി കൂടാം. കോൽ കളിച്ചു വടാടിടാം.